യുദ്ധപ്രയോഗത്തിൽ സുനാമി സൃഷ്ടിക്കാനും ഭൂമിയെ പ്രകമ്പനം കൊള്ളിക്കാനും തക്ക ശേഷിയുള്ള മാരക ആണവായുധങ്ങളാണ് റഷ്യയുടെ കൈവശം ഇപ്പോഴുള്ളത്. ഉക്രൈന്റെ ഭാഗത്ത് നിന്ന് പ്രകോപനമുണ്ടായിട്ടും റഷ്യ ഇതുവരെ തൊടാത്ത അത്തരം ആണവായുധങ്ങൾ പരീക്ഷിക്കുമെന്ന ഭീഷണിയിലാണ് ലിഗാച്ചോവിന്റെ പ്രസ്താവന വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് കാര്യങ്ങളെങ്കിൽ ലോകം കീഴ്പ്പെടുത്താൻ റഷ്യ എന്തിനും തയ്യാറായേക്കും. ഈ ലോകത്ത് ഒരു ശക്തിക്കും ചോദ്യം ചെയ്യാനാകാത്ത തരത്തിൽ വളരുകയാണ് റഷ്യ. നമുക്ക് വിഷയത്തിലേക്ക് വരാം. അതിനു മുൻപ് ഒരു ചോദ്യം. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ നിങ്ങൾക്ക് ഇഷ്ടമാണോ? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അദ്ദേഹത്തെ ഇഷ്ടപ്പെടാനുള്ള കാരണം? അഭിപ്രായം ഇപ്പോൾ തന്നെ കമന്റ് ചെയ്യണേ. റഷ്യ ഇപ്പോൾ വമ്പിച്ച ഭീഷണികൾ നേരിടുകയാണെന്നും അതിനാൽ രാജ്യത്തിന്റെ ആണവായുധ ശേഷി തുടർച്ചയായി മെച്ചപ്പെടുത്തേണ്ടതുണ്ടെന്നും ലിഗാച്ചേവ് പ്രസ്താവിച്ചു. ഇത് വെറും ഒരു പ്രസ്താവനയല്ല, മറിച്ച് റഷ്യയുടെ പ്രതിരോധ നയങ്ങളെക്കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാടുകളാണ് വ്യക്തമാക്കുന്നത്. സുരക്ഷാപരമായ വെല്ലുവിളികളാണ് ഇതിൽ വളരെ പ്രധാനമായത്. ഉക്രൈൻ യുദ്ധവും പാശ്ചാത്യ രാജ്യങ്ങളുടെ നിലപാടുകളും റഷ്യയ്ക്ക് വലിയ സുരക്ഷാ ഭീഷണികൾ ഉണ്ടാക്കുന്നുണ്ടെന്ന് റഷ്യ വിശ്വസിക്കുന്നു. ഈ ഭീഷണികളെ നേരിടാൻ ആണവായുധങ്ങൾ അനിവാര്യമാണെന്നാണ് അവർ വാദിക്കുന്നത്. ആണവായുധങ്ങൾ പഴയതാണെന്ന് പലരും വാദിക്കുമ്പോൾ അവയെ തുടർച്ചയായി മെച്ചപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത ഊന്നി പറയുന്നതിലൂടെ റഷ്യ പുതിയ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കാനും തങ്ങളുടെ ആണവായുധ ശേഖരം ശക്തിപ്പെടുത്താനും തയ്യാറാണെന്നാണ് സൂചിപ്പിക്കുന്നത്. ഇത് ലോകരാജ്യങ്ങൾക്കിടയിൽ വലിയ ആശങ്കകൾ ഇതിനോടകം സൃഷ്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. റഷ്യ ഉക്രൈൻ യുദ്ധത്തിന്റെയും നാറ്റോയുടെ വിപുലീകരണത്തിന്റെയും പശ്ചാത്തലത്തിൽ റഷ്യയുടെ ആണവായുധ ശേഷി ഒരു പ്രധാന ചർച്ചയായി മാറിയിരിക്കുകയാണ്. റഷ്യൻ സ്റ്റേറ്റ് ആറ്റോമിക് എനർജി ഏജൻസിയായ റൊസാറ്റസിന്റെ മേധാവി അലക്സി ലിഖാച്ചേവ് അടുത്തിടെ നടത്തിയ പ്രസ്താവനകളും 2022 റഷ്യൻ സൈന്യം ഉക്രൈനിൽ കടന്നുകയറിയതിനു പിന്നാലെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ആണവ പ്രതിരോധ സേനയെ ഉയർന്ന ജാഗ്രതയിൽ പാർപ്പിച്ചതും ഈ വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. റഷ്യയുടെ കൈവശം ലോകത്തിലെ ഏറ്റവും വലിയ ആണവായുധ ശേഖരമാണുള്ളത്. ഏകദേശം 4300 വാർ ഹെഡുകളാണ് റഷ്യയുടെ പക്കലുള്ളത്. ഇത് അമേരിക്കയുടെയും മറ്റ് രാജ്യങ്ങളുടെയും ശേഖരത്തെക്കാൾ വളരെ കൂടുതലാണ്. ഈ പശ്ചാത്തലത്തിൽ റഷ്യ ആണവായുധങ്ങളുടെ സാമ്രാജ്യം തീർക്കുന്നത് മറ്റ് രാജ്യങ്ങൾക്കും ലോകസമാധാനത്തിനും വലിയ വെല്ലുവിളിയാണ് സൃഷ്ടിക്കുന്നത്. റഷ്യയുടെ ആണവായുധങ്ങളുടെ വിന്യാസവും ഭീഷണിയും ലോകത്തിനൊരു പുതിയ ആണവായുധ മത്സരത്തിലേക്ക് വഴിവെച്ചേക്കാം. അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ആയുധ നിയന്ത്രണ കരാറുകൾ ഇല്ലാതായതോടെ മറ്റു രാജ്യങ്ങളും ആണവശക്തി നേടാൻ ശ്രമിച്ചേക്കാം. റഷ്യയുടെ ആണവശേഷി, പ്രത്യേകിച്ച് സർ ബോംബെ പോലുള്ള ഉഗ്രശേഷിയുള്ള ആയുധങ്ങൾ മറ്റ് രാജ്യങ്ങൾക്ക് ഭീഷണിയായിട്ട് ഇന്നും വർത്തിക്കുകയാണ്. കൂടാതെ മനുഷ്യന്റെ ഇടപെടലില്ലാതെ ആണവായുധങ്ങൾ പ്രയോഗിക്കാൻ കഴിയുന്ന ഡെഡ് ഹാൻഡ് പോലുള്ള സംവിധാനങ്ങൾ റഷ്യയുടെ കൈവശമുണ്ടെന്നും കരുതപ്പെടുന്നു. ഇത് സൈനികപരമായ ഒരു അപകട സാധ്യതയാണ് വിളിച്ചോതുന്നത്. യുദ്ധം പോലുള്ള സംഘർഷ സാഹചര്യങ്ങളിൽ ഒരു ചെറിയ തെറ്റായ കണക്കുകൂട്ടൽ പോലും ലോകത്തെ ആണവ യുദ്ധത്തിലേക്ക് നയിച്ചേക്കാം. റഷ്യയും അമേരിക്കയും തമ്മിൽ ഒരു ആണവായുധം ഉണ്ടായാൽ ആദ്യ 5 മണിക്കൂറിനുള്ളിൽ ലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടാനും പരിക്കേൽക്കാനും സാധ്യതയുണ്ടെന്ന് ചില പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. ഇത്തരം ഭീഷണികൾ നയതന്ത്ര ബന്ധങ്ങളെ ദോഷകരമായി ബാധിക്കുകയും സമാധാനപരമായ ചർച്ചകൾക്ക് തടസ്സമുണ്ടാക്കുകയും ചെയ്യും. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ റഷ്യ ആണവായുധങ്ങൾ ഒരു പ്രതിരോധ മാർഗമായിട്ടാണ് കാണുന്നത്. എന്നാൽ ഈ നീക്കങ്ങൾ അന്താരാഷ്ട്ര സമൂഹത്തിൽ ഭയവും അവിശ്വാസവും വളർത്തുന്നു. റഷ്യ ഇറാനെ പോലുള്ള രാജ്യങ്ങൾക്ക് ആണവ സാങ്കേതിക വിദ്യ നൽകാൻ സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകൾ ആഗോള ആണവ നിർവ്യാപന ശ്രമങ്ങൾക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കുന്നത്. അതിനാൽ ആണവായുധങ്ങളുടെ അപകടങ്ങളെക്കുറിച്ച് ലോകം കൂടുതൽ ബോധവാന്മാരാവുകയും സമാധാനപരമായ പരിഹാരങ്ങൾക്ക് മുൻഗണന നൽകുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. സുനാമി സൃഷ്ടിക്കാൻ തക്ക ശേഷിയുള്ളത് മുതൽ ലോകത്ത് മുഴുവൻ പിടിച്ചുകുലുക്കാൻ കഴിയുന്ന തരത്തിലുള്ള ആണവായുധങ്ങൾ റഷ്യയുടെ കൈവശമുണ്ട്. ഉദാഹരണത്തിന് സാത്താൻ പോലുള്ള മാരകായുധങ്ങൾ റഷ്യയുടെ പക്കലുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. ആണവായുധം റഷ്യ പ്രയോഗിക്കുകയാണെങ്കിൽ സംഭവിച്ചേക്കാവുന്ന അപകടങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സാധിക്കുന്നതല്ല. ഒരു ആണവായുധം പൊട്ടിത്തെറിക്കുമ്പോൾ അത് മനുഷ്യരാശിക്കും പ്രകൃതിക്കും കനത്ത നാശനഷ്ടങ്ങളാണ് വരുത്തുന്നത്. അത്ഭുതകരമായ വേഗത്തിലാണ് ഇത് സംഭവിക്കുന്നതും. ആദ്യമായി ഒരു വലിയ തീഗോളം രൂപപ്പെടുകയും പിന്നീട് അതിന്റെ അവിശ്വസനീയമായ ചൂട് കാരണം ചുറ്റുമുള്ളതെല്ലാം കത്തിക്കരിഞ്ഞ് നശിക്കുകയും ചെയ്യും. തൊട്ടടുത്ത നിമിഷം തന്നെ ശക്തമായ പ്രഹരശേഷികൾ, അതായത് ഷോക്ക് വേവ്സ് രൂപപ്പെടും. ഈ തരംഗങ്ങൾ കെട്ടിടങ്ങളും പാലങ്ങളും തകർത്ത് തരിപ്പണമാക്കും. അതിനുശേഷം അണുവികരണങ്ങൾ, അതായത് റേഡിയേഷൻ അന്തരീക്ഷത്തിലാകെ വ്യാപിക്കും. ഇത് മനുഷ്യന്റെ കോശങ്ങളെയും DNA-യെയും തകർക്കുകയും അർബുദം, ജനിതക മാറ്റങ്ങൾ തുടങ്ങിയ ദീർഘകാല രോഗങ്ങൾക്ക് കാരണമുണ്ടാക്കുകയും ചെയ്യും. ആണവായുധം ഉപയോഗിക്കുന്ന സ്ഥലത്ത് മാത്രമല്ല, കാറ്റിന്റെ ദിശയനുസരിച്ച് കിലോമീറ്ററുകളോളം ഈ വികിരണങ്ങൾ വ്യാപിക്കും. ചെറിയ ആണവായുധങ്ങൾ പോലും
പോലും പ്രയോഗിച്ചാൽ അന്തരീക്ഷത്തിൽ വലിയ അളവിൽ പൊടിയും പുകയും നിറയും. ഇത് സൂര്യപ്രകാശം ഭൂമിയിലെത്തുന്നതിന് തടസ്സമുണ്ടാക്കിയേക്കും. ആണവ ശീതകാലം അല്ലെങ്കിൽ ന്യൂക്ലിയർ വിന്റർ എന്നറിയപ്പെടുന്ന ഈ പ്രതിഭാസം മൂലം ഭൂമിയിലെ താപനില കുത്തനെ കുറയുകയും കാർഷിക വിളകൾ നശിക്കുകയും ചെയ്യും. ഇത് ലോകവ്യാപകമായി ഭക്ഷ്യക്ഷാമത്തിനും പട്ടിണിക്കും കാരണമാകുന്നുണ്ട്. ഇത്തരം പ്രത്യാഘാതങ്ങൾ ഒരു രാജ്യത്തെ മാത്രമല്ല, ലോകത്തെ മുഴുവൻ ബാധിക്കും. ഒരു ആണവായുധം തുടങ്ങിയാൽ അത് പിന്നീട് ലോകമഹായുദ്ധമായി മാറാനുള്ള സാധ്യതയും അവിടെ നിലനിൽക്കുന്നുണ്ട്. റഷ്യയുടെ പക്കലുള്ള സാത്താൻ 2 പോലുള്ള മിസൈലുകൾക്ക് ലോകത്തിലെ ഏത് സ്ഥലത്തെയും ലക്ഷ്യമിടാൻ സാധിക്കും. ഇവയുടെ ശക്തി സാധാരണ ആണവായുധങ്ങളെക്കാൾ വളരെ കൂടുതലുമാണ്. ഇവ പൊട്ടിത്തെറിച്ചാൽ ഒരു രാജ്യം മുഴുവൻ ഇല്ലാതാക്കാനുള്ള ശേഷിയുണ്ട് ഇതിന്. ഈ മിസൈലുകൾ ശബ്ദാതി വേഗത്തിൽ സഞ്ചരിക്കുന്നതിനാൽ അവയെ തടയുക എന്നത് നിലവിലെ സാങ്കേതിക വിദ്യയ്ക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഇത്തരത്തിലുള്ള ആയുധങ്ങൾ ഏതെങ്കിലും രാജ്യത്തിന്റെ കൈവശമുള്ളത് ലോക സമാധാനത്തിന് വലിയ ഭീഷണി തന്നെയാണ് സൃഷ്ടിക്കുന്നത്. ആണവായുധങ്ങൾ പ്രയോഗിക്കപ്പെടുകയാണെങ്കിൽ അത് മനുഷ്യരാശിയുടെ തന്നെ നിലനിൽപ്പിന് ഭീഷണിയാകുമെന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതിനാൽ ആണവായുധ വിമുക്തമായ ഒരു ലോകം കെട്ടിപ്പടുക്കേണ്ടതിന്റെ ആവശ്യകത ഇവിടെ ഏറി വരുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നിലവിൽ 3 വർഷമായി തുടരുന്ന റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഒരു പോറലും ഏൽക്കാതെ തന്നെയാണ് റഷ്യ പിടിച്ചു നിൽക്കുന്നത്. ഉക്രൈൻ നല്ല രീതിയിൽ പ്രതിരോധിക്കുന്നുണ്ടെങ്കിലും റഷ്യയുടെ സാമ്പത്തിക സൈനിക ശേഷിക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഉക്രൈൻ അധിക നാൾ കഴിയില്ല എന്ന വിലയിരുത്തലുകളും വരുന്നുണ്ട്. ഈ ഒരു യുദ്ധത്തിൽ റഷ്യ ആണവായുധം എടുക്കുമോ എന്ന ഭയം യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ആകെ ഉള്ളതാണ്. റഷ്യ ഈ യുദ്ധത്തിൽ ആണവായുധം എടുക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? യൂറോപ്യൻ സമൂഹം അതിനുള്ള ഒരു സാധ്യത കൂടി നോക്കിക്കാണുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഒരിക്കൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇനിയും കളിച്ചാൽ ആണവായുധം എടുക്കാൻ ഒരു മടിയും കാണിക്കില്ല എന്നുകൂടി പറഞ്ഞതോടെ ആ ഭയം ലോകത്തിൻ്റേത് കൂടിയായി എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ റഷ്യ പലപ്പോഴും ആണവായുധത്തെ സ്വന്തം സുരക്ഷയുടെ ഭാഗമായിട്ടാണ് നോക്കിക്കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധത്തിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ സംഘർഷത്തിൽ റഷ്യ ആണവായുധ പ്രയോഗത്തിലൂടെ ഉക്രൈനെ നശിപ്പിക്കാമെന്ന തീരുമാനത്തിലേക്ക് എത്താൻ യാതൊരു വഴിയും കാണുന്നില്ല. അങ്ങനെ പറയാൻ ശക്തമായ കാരണങ്ങളുണ്ട്. അത് എന്തൊക്കെയാണെന്ന് പറയാം. റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ആണവായുധം ഉപയോഗിക്കാനുള്ള സാധ്യത വളരെ കുറവാണെങ്കിലും അത് പൂർണ്ണമായും തള്ളിക്കളയാനാകില്ല. കാരണം റഷ്യൻ സൈനിക സിദ്ധാന്തം അനുസരിച്ച് നിങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയാകുന്ന സാഹചര്യത്തിൽ ആണവായുധം ഒരു പ്രതിരോധ മാർഗമായി ഉപയോഗിക്കാൻ അവർക്ക് അധികാരമുണ്ട്. ഉക്രൈനിലെ യുദ്ധം റഷ്യയുടെ നിലനിൽപ്പിന് ഭീഷണിയാണെന്ന് റഷ്യൻ നേതൃത്വം വിലയിരുത്തിയാൽ ഈ സാധ്യത വർദ്ധിക്കുക തന്നെ ചെയ്യും. എന്നിരുന്നാലും ഒരു ആണവായുധ പ്രയോഗം റഷ്യയ്ക്ക് പോലും വലിയ തിരിച്ചടിയാണ് എന്നതാണ് യാഥാർത്ഥ്യം. അത് ആഗോളതലത്തിൽ റഷ്യയെ ഒറ്റപ്പെടുത്തുകയും സാമ്പത്തിക ഉപരോധങ്ങളും മറ്റ് കടുത്ത നിലപാടുകളും ക്ഷണിച്ചു വരുത്തുകയും ചെയ്യും. ആണവായുധം പ്രയോഗിച്ചാൽ അത് ഉക്രൈനിലെ റഷ്യൻ സൈനികർക്കും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. റഷ്യ ആണവായുധം ഉപയോഗിക്കാൻ സാധ്യതയില്ലാത്തതിന്റെ പ്രധാന കാരണങ്ങളാണ് ഇനി പറയുന്നത്. ഒന്ന്, അന്താരാഷ്ട്ര സമ്മർദ്ദം തന്നെയാണ്. അതായത് ആണവായുധം ഉപയോഗിച്ചാൽ ലോകരാജ്യങ്ങളുടെ ശക്തമായ എതിർപ്പും ഉപരോധങ്ങളും റഷ്യക്ക് ഇനിയും നേരിടേണ്ടി വരും. ഇത് റഷ്യയുടെ സമ്പദ് വ്യവസ്ഥയും അതുപോലെ അന്താരാഷ്ട്ര ബന്ധങ്ങളെയും ഗുരുതരമായി ബാധിക്കും. ചൈനയെ പോലുള്ള റഷ്യയുടെ സഖ്യകക്ഷികൾ പോലും ഈ നീക്കത്തെ പിന്തുണയ്ക്കില്ല എന്നതാണ് സത്യം. അനുകൂലമല്ലാത്ത തന്ത്രപരമായ സാഹചര്യമാണ്. അതായത് ഉക്രൈനിൽ ആണവായുധം ഉപയോഗിക്കുന്നത് ഒരു സൈനിക വിജയത്തിന് റഷ്യയെ സഹായിക്കില്ല. ഇത് ഉക്രൈനിലെ റഷ്യൻ സൈന്യത്തിന്റെ നീക്കങ്ങളെ സങ്കീർണമാക്കുകയും കൂടുതൽ നാശനഷ്ടങ്ങൾക്ക് കാരണമാക്കുകയും ചെയ്യും. പ്രതിരോധ നടപടികളാണ് അടുത്തത്. റഷ്യ ആണവായുധം ഉപയോഗിച്ചാൽ നാറ്റോ സഖ്യം നേരിട്ട് സൈനികമായി ഇടപെടാൻ സാധ്യതയുണ്ട്. ഇത് റഷ്യ നാറ്റോ നേരിട്ടുള്ള സംഘർഷത്തിലേക്കും ഒരുപക്ഷെ 3ാം ലോക മഹായുദ്ധത്തിലേക്കും കാര്യങ്ങളെ നയിച്ചേക്കാം. ഈ കാരണങ്ങൾ കൊണ്ടെല്ലാം നിലവിൽ റഷ്യയുടെ ആണവ ഭീഷണി ഒരു നയതന്ത്രപരമായ തന്ത്രം മാത്രമാണെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. ഇത് മറ്റ് രാജ്യങ്ങളെ സഹായിക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കാനും റഷ്യയ്ക്ക് തങ്ങളുടെ ലക്ഷ്യങ്ങൾ എളുപ്പത്തിൽ നേടാനും വേണ്ടിയുള്ള ഒരു നീക്കമായിരിക്കാം. എന്നാൽ യുദ്ധം കൂടുതൽ വഷളാവുകയും റഷ്യയ്ക്ക് കനത്ത പരാജയം നേരിടേണ്ടി വരികയും ചെയ്താൽ ഈ സാധ്യതകൾ പൂർണ്ണമായും തള്ളിക്കളയാനാകില്ല. ഒരു ആണവ ഭീഷണി ലോക സമാധാനത്തിന് വലിയ വെല്ലുവിളിയാണ് എന്നത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഈ വിഷയത്തിലെ നിങ്ങളുടെ നിലപാട് ഇപ്പോൾ തന്നെ കമൻ്റായിട്ട് രേഖപ്പെടുത്തണേ. ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.